ഇന്ന് സമൂഹത്തെ കാര്യമായി ബാധിച്ച ഗുരുതരമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജയിലിൽ ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അദ്ദേഹത്തെ തെരഞ്ഞു കണ്ടുപിടിക്കുകയും ചെയ്തു. പിടിക്കപ്പെട്ട സമയത്ത് പോലീസ് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കാണിച്ച അശ്ലീല രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് വെറും ഒരു ആക്രോശ പ്രകടനമോ ചിന്താശൂന്യമായ ഒരു പ്രവൃത്തിയോ അല്ല. അതിന് പിന്നിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അങ്ങേയറ്റം പരിഹസിക്കുന്ന ഒരു മനോഭാവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഗോവിന്ദചാമിയെ നമ്മൾ ആദ്യമായി കേൾക്കുന്നത് ഷൊർണൂരിലെ സൗമ്യ വധക്കേസിലൂടെയാണ്. അതേ വധക്കേസിൽ അയാളെ കുറ്റക്കാരനായി കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ജയിൽ ചാട്ട ശ്രമത്തിനിടെ പിടിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ പൊതുസമൂഹത്തെ നോക്കി അദ്ദേഹം അശ്ലീല ആംഗ്യഭാഷ കാണിച്ചിരിക്കുന്നു. ഒരു കുറ്റവാളിക്ക് മനുഷ്യാവകാശമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നിയമ സംവിധാനത്തെ പരിഹസിക്കാനോ കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവകാശമില്ല. പോലീസ് കസ്റ്റഡിയിലായിരിക്കെ ഇങ്ങനെ പെരുമാറുന്നത് അതിൽ തന്നെ സംരക്ഷണം നൽകുന്ന നിയമത്തിനോടുള്ള അപമാനപ്പെടുത്തലാണ്. കോടതി, ഭരണഘടന, മാധ്യമങ്ങൾ ഇവയെല്ലാം ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇതൊന്നും തീരെ മാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ അശ്ലീല ഭംഗ്യം കാണിക്കൽ. ഇതൊരു ഭീകരമായ നടപടിയാണ്. കുറ്റവാളികൾക്ക് നിയമം തരുന്ന ആനുകൂല്യങ്ങൾ അവരുടെ തിരുത്തലിന് വേണ്ടി മാത്രമാണ്, അശ്ലീല പ്രകടനങ്ങൾക്ക് വേണ്ടിയല്ല. ഇത് എന്ത് രീതിയിലുള്ള പ്രതിഫലനമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയേക്കാവുന്നത്? ഒന്ന്, ജനങ്ങളിൽ നീതിയോടുള്ള വിശ്വാസം തകർക്കപ്പെടും. കുറ്റവാളികൾക്ക് എന്തുമാവാം എന്നൊരു തോന്നൽ രൂപപ്പെടും. ഇത്തരം കടുംകൈകൾ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയില്ലെങ്കിൽ ഒരുപക്ഷെ നാളുകളിൽ മറ്റുള്ളവർ സമാന കുറ്റവാളികൾക്കും ഇതേ തോന്നൽ ഉണ്ടായേക്കാം. അതുവഴി അവർ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെയും സംവിധാനങ്ങളെയും പരിഹസിക്കാൻ നിന്നേക്കാം. നമ്മുടെ മൂല്യങ്ങളെയും സാംസ്കാരിക ചട്ടക്കൂടുകളെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തി പൊതുസമൂഹത്തെ പച്ചയ്ക്ക് അപമാനപ്പെടുത്തുകയാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഇത് കേവലം വീഡിയോയിലോ ഫോട്ടോയിലോ കാണുന്നതിനുമപ്പുറം മറന്നുകൂടാനാവാത്ത ഒരു കാര്യമാണെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതൊന്നും കേവലം ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. ഇത് വലിയൊരു സാമൂഹിക മുന്നറിയിപ്പാണ്. നീതി വ്യവസ്ഥയെ അപമാനിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: കുറ്റവാളികൾക്ക് നീതി കിട്ടണം. പക്ഷേ അതേ കുറ്റവാളികൾ സമൂഹത്തെയും നീതി വ്യവസ്ഥയെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ, അതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ ഇത് തുടർക്കഥയാവാൻ സാധ്യതയുണ്ട്. ഈ നാട്ടിൽ ആർക്കും എന്തും ആവാം. ഒരു കുറ്റവാളിയായി കഴിഞ്ഞാൽ എന്തും ആവാം എന്നൊരു മനോഭാവം ഉണ്ടാകാനിടയും. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തും. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.